2 ദിവസമായി അമ്മയുടെ ഹെൽമെറ്റ് ഇവിടെ മറന്നു വെച്ചുകൊണ്ട് പോണേ. 2 ദിവസം. അതുകൊണ്ട് അമ്മേനെ ഞാൻ എപ്പോഴും വഴിയിലിറക്കി വിടും. സാധാരണ ഇവിടം വരെ അമ്മേനെ കൊണ്ടുവരാറുള്ളതാ. വണ്ടി ഞാൻ അവിടെയുണ്ട് പാർക്ക് ചെയ്തേക്കുന്നത്. വണ്ടി സാധാരണ സീറ്റിൽ ഇതുപോലെയാണ് വെക്കാറുള്ളത്. അപ്പോൾ കണ്ട അങ്ങനെ വെയിലൊക്കെ അടിച്ചിട്ട് ആകെ ഒരു ശോകാവസ്ഥയാണ്. അപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് ആളായി. വേറെ ഒന്നുമല്ല, ഫോൺ ചെറിയ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെക്കോർഡ് ചെയ്ത് എഡിറ്റിങ് ക്യാപ്കട്ടിലിട്ട് എഡിറ്റ് ചെയ്യണേ. ക്യാപ്കട്ടിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫയലിൽ കാണിക്കില്ല. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫയലിൽ ആ ഒരു വീഡിയോ കാണിക്കില്ല. ഫോൺ ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു 5 വർഷമായിരുന്നു കേട്ടോ. 2020 ഈ ഒരു ഫോൺ എടുത്തത്. അപ്പോൾ ഇത്രയും വർഷത്തെ പഴക്കമുള്ളത് കൊണ്ടാണോ ഈ ഒരു ഫോൺ ഇപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കണതെന്നാണ് എനിക്കൊരു സംശയം. ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ കുറേ പേര് CPU ഡാമേജ് ആയിരിക്കാം, CPU കംപ്ലൈൻ്റ് ആയിരിക്കാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവില്ല, ചിലപ്പോൾ ആയിരിക്കാം. എനിക്ക് ഡെയിലി വീഡിയോ ഇട്ട് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും നടക്കാതെ പോണതിൻ്റെ ഒരു മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കാരണത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ഞാൻ ഈ ഒരു ചാനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കില്ല. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക കേട്ടോ. ഇന്നിവിടെ വന്നിട്ട് ഇതേ ആദ്യത്തെ വർക്ക് കിട്ടിയാണ്. ആദ്യത്തെ വർക്ക് ഇതേ നമുക്ക് റീഫിൽ ചെയ്യാനായിട്ടുള്ളതാണ്. ഇങ്ക് റീഫിൽ ചെയ്യണം. അതായത് ഈ പ്രിൻ്റർ മെഷീൻ്റെ ഉള്ളിൽ വെക്കണ ഒരു സംഭവമാണ്. ഇതിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്കാണ് എനിക്ക് കിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകും. അത് നമ്മുടെ മൈൻഡിൽ അത് അങ്ങോട്ട് ഫീഡായിട്ടില്ല. ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കണില്ലല്ലോ എപ്പോഴും. അപ്പോൾ ഇതൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ വർക്ക്. പക്ഷേ ഇത് ഞാൻ ഫില്ല് ചെയ്യാൻ പോലുള്ള, ഫില്ല് ചെയ്ത് കൊണ്ട് കൊടുത്താൽ മതി. അതായത് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ കൊണ്ട് കൊടുത്താൽ മതി. ഇത് ഫില്ല് ചെയ്യണ പരിപാടിയൊന്നും എനിക്കറിയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് വേറൊരു സ്ഥലത്ത് വേണം. ഒരു കമ്പ്യൂട്ടറിൻ്റെ അകം അഴിച്ച് പറിച്ചിട്ട് ഈ ഒരു SMPS നമുക്ക് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ 2 വർക്കാണ് നിലവിൽ ഇന്ന് പറഞ്ഞേക്കണത്. ഇനി ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അടുത്ത വർക്ക് വരാം. നിലവിൽ ഈ 2 വർക്കാണ് നമുക്ക് ഇന്ന് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നമുക്കൊരു പുതിയ വർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർക്കൊക്കെ ഇനിയിപ്പോൾ എന്ത് ക്യാൻസലാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഈ വർക്കാണ്, അതായത് പുതിയ ക്യാമറ വെക്കലായിരിക്കുള്ളൂ. നമ്മുടെ തോട്ടക്കാട്ടുകാർ ആലുവ ഭാഗമാണ് നമുക്ക് ഒരു വർക്ക് വന്നേക്കണത്. മിക്കവാറും ക്യാമറ ചേഞ്ചിങ് ആയിരിക്കുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം ഗായ്സ്. അപ്പോൾ വളഞ്ഞമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കണം കേട്ടോ. ഈ ഒരു വീട്ടിലാണ് നമുക്ക് ഇന്ന് ക്യാമറ സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ നമുക്ക് പുതിയ ക്യാമറ സെറ്റ് ചെയ്യലാണ്. ഈ പുറത്തൊക്കെ ഭയങ്കര വെയിലാണ്, വെയിൽ കണ്ട. പക്ഷെ നാച്ചുറലായിട്ട് തന്നെ അതെ അകത്ത് നല്ല തണുപ്പാണ്, നല്ല തണലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടെ ചൂട് കുറവായിരിക്കും. നമുക്കിവിടെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല കേട്ടോ. കാരണം അക്ഷയ് ബ്രോയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നിസാരൊക്കെയാണ് ഇവിടെ ഈ ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് പോണത്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോയി എത്തിച്ചു കൊടുത്താൽ മാത്രം മതി. അവിടുത്തെ കാര്യം എങ്ങനെ ചെയ്യണം, വർക്കൊക്കെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് നേരെ ചെറായിക്ക് പോകണം. ചെറായിൽ നമുക്കൊരു അഡാപ്റ്റർ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. ഈ വീട്ടിൽ കണ്ടില്ലേ ഒരുപാട് ചെടികളുണ്ട്, നല്ല ഭംഗിയുള്ള ചെടികളല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. ഇതിപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ നമുക്ക് വയറിംഗ് ഒക്കെ എങ്ങനെ കൊണ്ടുപോകണം, ഈ ഒരു ക്യാമറയുടെ കേബിൾസും കാര്യങ്ങളൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. ഫസ്റ്റ് കാണുന്ന റൂമിലാണ് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ക്യാമറ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ലൈൻ വലിച്ചിട്ട് നമുക്ക് ആ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷനുള്ള ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂഫ് ചരിഞ്ഞിരിക്കണോണ്ട് അവിടം വരെ നമുക്ക് കേബിൾ എത്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വയറിങ്ങിൻ്റെ ഓസ് എത്തിക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. അത് മാത്രമേ ഒരു ടാസ്ക് ഉള്ളൂ. ഈ ഒരു പട്ടി സാധാരണ ഇപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര കുറേയും ബഹളമായിരിക്കുള്ളൂ സാധാരണ പട്ടികൾ. ഈ ഒരു പട്ടി എന്ന് പറയുന്നത് നമ്മളെ കണ്ടപ്പോൾ തന്നെ തലയിടലും പിന്നെ അതേപോലെ വാലാട്ടലും ഭയങ്കര സ്നേഹം. ഇതുവരെ ഞാൻ ഈ പട്ടീനെ ആദ്യമായിട്ടാണ് കണ്ടത്. പക്ഷേങ്കിലും പട്ടി ഭയങ്കര സ്നേഹം കാണിക്കുന്നു. എന്താണല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓണർ വന്നിട്ടോ. ഓണർ വന്ന് പിന്നെ അതെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീലാക്കിയിട്ട് നേരെ ഇനിയിപ്പോൾ ചെറായിലേക്ക് പോകണത്. ഇതാണ് എൻ്റെ മ്യൂസിക് ക്ലാസ് കേട്ടോ. സൺഡേയാണ് വരാറുള്ളൂ. ഇത് നമ്മുടെ ഡ്രംസിൻ്റെ മ്യൂസിക് ക്ലാസ് ആണ്. ഇപ്പോൾ ഡ്രംസ് മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അങ്ങനെ പറവൂരെത്തി. പിന്നെ അവിടെ നിന്ന് നേരെ ചെറായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെറായിൽ ഈ ഒരു കാണുന്ന സ്ഥലത്താണ് നമുക്കിനിപ്പോൾ വർക്കിനുള്ളത്. ഇവിടുത്തെ ക്യാമറയിൽ DVRൻ്റെ അഡാപ്റ്റർ, അതായത് പവർ സപ്ലൈ വർക്ക് ചെയ്യാനുള്ള ആ ഒരു പവർ സപ്ലൈ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വരുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടു. അവിടെ നല്ലൊരു കിടിലൻ സദ്യ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സദ്യയായിരുന്നു. അവിടെ നിന്ന് പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു പായസക്കട. എന്നാൽ പിന്നെ ഒരു ഗ്ലാസ് പായസവും കുടിക്കാമെന്ന് കരുതി അവിടെ ചെന്നൊരു നല്ലൊരു പായസം നല്ല അടിപൊളി പായസം വരുന്നുണ്ട്. നല്ല കിടിലം പാലട പായസം വരുന്നു. പിന്നെ അധികം ചൂടോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അപ്പം തന്നെ കുടിക്കാൻ പറ്റി. ഞാൻ വിചാരിച്ച് ഇങ്ങനെ വടിയിലൊക്കെ കാണുമ്പോഴേ ഭയങ്കര ചൂടോടുകൂടി ആയിരിക്കും അവർ തന്നെ വിചാരിച്ചുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ കമ്പനിയിലോട്ട് തിരിച്ചു വന്നിട്ടാ. നമുക്ക് ബാറ്ററിയുടെ കേസ് ഒരെണ്ണം വെക്കാനുണ്ടായിരുന്നിട്ടാ. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് കമ്പനിയിലോട്ട് വന്നു. ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ ബാറ്ററിയുടെ കേസും സോളാർ പാനലും ബാറ്ററിയും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇതാണ് ബാറ്ററി വാട്ടർ നമ്മുടെ ഈ ഒരു സോളാർ പാനലില്ലേ അധികം വിലയൊന്നുമില്ല കേട്ടോ, നിസ്സാര വിലയ്ക്കാണ് സോളാർ പാനൽ കിട്ടുന്നത്. പിന്നെ അതേപോലെ ഈ കാറിൽ വെക്കുന്ന ബാറ്ററി ഫ്യൂസിൻ്റെ ഇൻവേർട്ടർ യൂണിറ്റ്, ഇത് നല്ല ബ്രാൻഡ് നല്ല അടിപൊളി ഇൻവേർട്ടർ യൂണിറ്റ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ പല ടൈപ്പ് ബാറ്ററികളും, പിന്നെ സിഗ്മയുടെ ബാറ്ററി വാട്ടർ, വണ്ടിയിൽ വെക്കുന്ന ബാറ്ററി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത്. ഇതാണ് ബോക്സ്, ബാറ്ററി വെക്കണ ഇൻവേർട്ടർ ബാറ്ററി വെക്കണ ബോക്സ്. അത് എടുത്തിട്ട് നമുക്കൊരു സ്ഥലത്ത് വെക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഇൻവേർട്ടർ ബാറ്ററിയുടെ ആ ഒരു ബോക്സൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടാണ്. അത് കഴിഞ്ഞ് അവിടെ കൊണ്ട് ഫിക്സ് ചെയ്ത് ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ അന്നേരത്ത് വ്ളോഗിൻ്റെ കേസ് വിട്ടുപോയി, ഡെയിലി വ്ളോഗ് എടുക്കുന്നത്. അവിടെ നിന്ന് തിരിച്ചു വന്ന് കമ്പനിക്ക് താഴെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് ഒരു ഉപ്പ് സോഡയും കുടിച്ച് പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ ഓടിച്ചു. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുമ്പോൾ ഈ ഒരു സംഭവം ശ്രദ്ധിച്ചത്, ഇതൊക്കെ കിട്ടുമോ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടാ. പിന്നെ അതൊന്നും നോക്കിയില്ല, പെട്രോൾ അടിച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു. പിന്നെ അവിടെ നിന്ന് റെഡിയായി എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ ഈ ഹോട്ടലിൽ ചെറിയൊരു 2 പൊറോട്ടയും ഒരു ചായയും അതൊക്കെ കഴിച്ചു. നല്ല വൈബാണ് കേട്ടോ. നമ്മളെ മനക്കപ്പടിയിലാണ് ഈ ഒരു ഷോപ്പ് വന്നത്. ഇവിടുത്തെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല അടിപൊളി ചായയാണ്. അങ്ങനെ ഞാനും ഫ്രണ്ടും ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 പൊറോട്ടയും കൂടെ പറയാം മതിക്ക്. അങ്ങനെ 2 പൊറോട്ടയും അതൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഈ പൊറോട്ടയുടെ കൂടി നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.